ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ സ്ക്രൂവർ മെഷീൻ വെച്ചുകൊണ്ട് നമ്മളൊരു ഓട്ടോമാറ്റിക് ചിരവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതുകൊണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് ഒരു 10 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് എത്താൻ എല്ലാവരും എന്നെ സഹായിക്കുന്നതായിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ മെഷീൻ്റെ പണിയിലോട്ട് പോകാം. അപ്പോൾ ഈ ചിരവയുടെ ഫ്രെയിം ഉണ്ടാക്കാൻ പോകുന്നത് ഈ പലകയുടെ പീസിലാണ്. അപ്പോൾ ഈ പലകയുടെ പീസിലോട്ട് നമുക്കിനി ഈ സ്ക്രൂവർ വെച്ച് കൊടുക്കാം. ഈ സ്ക്രൂവർ മെഷീൻ ഈ പലകയുടെ സെൻറ്ററോട്ട് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ക്ലാമ്പ് ഇട്ട് കൊടുത്ത് ഇതിലോട്ട് ഉറപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ തടിയിൽ ഈ സ്ക്രൂവർ ഉറപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിരവയ്ക്കുള്ളതിൻ്റെ കൂട്ട് തന്നെ 4 കാലിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു കാല് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാല് നമുക്ക് ഇതിലോട്ട് വെച്ചിട്ട് ആണി അടിച്ചു കൊടുക്കാം. നമ്മൾ മുഴുവനും അങ്ങ് അടിച്ച് കയറ്റുന്നില്ല, പകുതി വെച്ച് വളച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് മുന്നിലത്തെ കാലൂടെ ഇതുകൊണ്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ മെഷീനിൽ നമുക്ക് ഒരിക്കലും സ്പീഡ് നമുക്ക് താഴെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതിനുവേണ്ടി സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുകൊണ്ടൊരു നമ്മുടെ ഈ ഓസിനൊക്കെ ഇടുന്ന ടൈപ്പ് ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിലാകുമ്പം നമുക്ക് ഇതിലോട്ട് കയറ്റിയിട്ടിട്ട് നമുക്കനുസരിച്ച് വേണ്ട സ്പീഡിലോട്ട് ഇത് ടൈറ്റായി കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ട സ്പീഡിൽ മെഷീൻ കറങ്ങും. അപ്പോൾ നമുക്കിത് ഇതിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ മെഷീൻ്റെ സ്പീഡ് നമുക്ക് ഇതിലാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് വേണ്ട സ്പീഡിലോട്ട് ഈ ചെറിയ നോബ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വേണ്ട സ്പീഡിൽ മെഷീൻ കറങ്ങും. എൻ്റെ ഇത് പോണക്ക് കണ്ടോ. നമുക്ക് വേണ്ട സ്പീഡിൽ മെഷീൻ കറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ക്ലിപ്പ് ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് വെക്കാനുള്ള ചിരവനാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതുകൊണ്ട് 2 നോർമൽ ചിരവനാക്ക് മേടിച്ചിട്ടുണ്ട്. ഇതിലൊരെണ്ണം ഞാൻ 2ആയിട്ട് മുറിച്ചിട്ട് ഇതുപോലെ നമ്മൾ വെൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെൽഡ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ ഇതിനകത്ത് ഒരു കമ്പി വെച്ച് വെൽഡ് ചെയ്യാണ്. ഈ കമ്പി സെലക്ട് ചെയ്യുമ്പോൾ ബെൻഡൊന്നും ഇല്ലാത്തൊരു കമ്പി വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ മേടിച്ചുകൊണ്ടുവന്ന നോർമൽ ചിരവനാക്ക് നമ്മളിപ്പോൾ മെഷീനകത്ത് ടൈപ്പ് ചിരവനാക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്കി ഫ്രെയിമിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് കീ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാവേ. മാക്സിമം എത്രയും ടൈറ്റ് ചെയ്യാൻ പറ്റും അത്രയും നല്ലതായിട്ട് ടൈറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഓട്ടോമാറ്റിക് ചിരവയുടെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. അങ്ങനെ നമ്മുടെ ചിരവ ടെസ്റ്റ് അടിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ അമ്മ പകുതി ചിരകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മെഷീൻ ഓണാക്കി കൊടുക്കാം. മെഷീൻ ഓൾറെഡി ഞാൻ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഈ ചിരക നമുക്ക് ഈ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, സ്പീഡായിട്ടുണ്ട്. ഈ സ്പീഡ് പോരാ, നമുക്ക് ശകലൂടെ സ്പീഡ് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് ചിരകുന്നുണ്ട് കേട്ടോ ഗൈസ്. തെറിച്ചെല്ലാം പോവാണ്. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇത് ഈ മെഷീൻ്റെ സ്പീഡ് കൊണ്ടെല്ലാം തെറിച്ച് പോകുന്നുണ്ട്. കുഴപ്പമില്ല, എന്നാലും നമ്മളൊരു വലിയ ഇട്ട് കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, പീരയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ സ്ക്രൂവർ മെഷീൻ വെച്ച് ഉണ്ടാക്കിയെടുത്ത ചിരവയുടെ റിസൾട്ടാണ് നമ്മൾ ഈ കാണുന്നത്. നല്ലതായിട്ട് ഇത് ചിരവി എടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് പീര എല്ലാം സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഒറ്റ പ്രശ്നം ഞാൻ കണ്ടേക്കുന്നത് ഇത് നല്ലതായിട്ട് തെറിച്ച് പോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അത് ഈ മെഷീൻ്റെ സ്പീഡ് കൊണ്ടാണ്. അത് നമുക്ക് വലിയൊരിലിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.